2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ്. ഭരണം അട്ടിമറിക്കപ്പെടുമോ, പുതിയ പാർട്ടി ഭരണത്തിൽ വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, തുടർ ഭരണം ഉണ്ടാകുമോ, മൂന്നാം മുന്നണി ശക്തിപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ 2026 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന തെരഞ്ഞെടുപ്പ്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ള തെരഞ്ഞെടുപ്പിൽ എന്ത് തരം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? ദേശീയ തലത്തിൽ നിന്ന് തന്നെയുള്ള സർവേ റിസൾട്ടുകൾ നിരവധി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്താണ് സർവേ റിസൾട്ട് പ്രകാരം കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കാം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, നിരവധി സ്ഥലങ്ങൾ, ത്രികോണ പോരാട്ടങ്ങൾ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒരുപാട് നിലവിൽ കേരളത്തിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു ജില്ല കോഴിക്കോട് ഇത്തവണ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. കോഴിക്കോട് 13 നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ എന്തൊക്കെയാണ്? കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കൊയിലാണ്ടി, നാദാപുരം, കുറ്റിയാടി, തിരുവമ്പാടി, കൊടുവള്ളി, കുന്നമംഗലം, പേരാമ്പ്ര, ബാലുശ്ശേരി, വടകര, ഏലത്തൂർ, ഇവിടങ്ങളിലൊക്കെ തന്നെ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് തന്നെയാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേ റിസൾട്ടുകൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൽ തന്നെ കണക്കുകൾ നോക്കുമ്പോൾ തന്നെ വളരെയധികം വ്യക്തമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് 2021 LDFിൻ്റെ ഒരു തേരോട്ടമായിരുന്നു പലയിടങ്ങളിൽ നിന്നുള്ളത്. വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും 2 സീറ്റിൽ മാത്രമേ UDFിന് വിജയിക്കാനായിട്ടുള്ളായിരുന്നു. 11 സീറ്റുകളിൽ അവിടെ LDF വിജയിച്ച് കയറി. അതായത് ഒരു തരംഗമായിരുന്നു, ഒരു മുന്നേറ്റമായിരുന്നു LDFിനുണ്ടായിരുന്നത്. UDFിന് കാര്യമായിട്ടൊന്നും തന്നെ കോഴിക്കോട് ഈ 13 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു തരത്തിലുമുള്ള നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. BJPക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കോഴിക്കോട് എവിടെയും സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തരം അട്ടിമറിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ 13 നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും പലയിടങ്ങളിലും അട്ടിമറി സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് നോക്കാം. ഇപ്പോൾ ഏലത്തൂർ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിലവിൽ LDF ആണ്. അവിടെ BJPക്ക് കാര്യമായിട്ടുള്ള വോട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. 33,000-ലധികം വോട്ടുകൾ അവിടെ BJPക്കുണ്ട്. BJP വോട്ടുകൾ നിർണായകമാകും. അവിടെ തീർച്ചയായിട്ടും ഒരു കടുത്ത പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ സീറ്റ് LDF UDF തമ്മിലായാലും അതോടൊപ്പം തന്നെ BJP വോട്ടുകളായാലും തന്നെയും നിർണായകമായിട്ട് മാറുന്ന ഒരു സ്ഥലമാണ് ഏലത്തൂർ എന്ന് പറയുന്നത്. അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ നേരിയ തോതിലുള്ള മുൻതൂക്കം LDFിന് കാണുന്നു എന്ന് സർവേ റിസൾട്ട് വ്യക്തമാക്കുന്നു. ഇനി കോഴിക്കോട് നോർത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ LDF ആണ് നിലവിൽ. അവിടെ തീർച്ചയായിട്ടും ഒരു കടുത്ത പോരാട്ടം 3 പാർട്ടികളും തമ്മിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതായത് അവിടെ BJPക്കായാലും 30,000-ലധികം വോട്ടുകൾ നിലവിലുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് നോർത്ത് എന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും LDF UDF BJP ഒരു കടുത്ത പോരാട്ടം നടക്കും. അവിടെ നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും LDFിന് അവിടെ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നു എന്നുള്ളതും എടുത്തു പറയണം. ഇനി കോഴിക്കോട് സൗത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ LDF ആണ് നിലവിൽ. അവിടെ BJP വോട്ടുകൾ നിർണായകമാകും. അവിടെ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. അവിടെ തീർച്ചയായിട്ടും BJPക്ക് അവിടെ 25,000-ൽ കൂടുതൽ വോട്ടുകൾ നിലവിലത്തെ സാഹചര്യത്തിലുണ്ട്. അവിടെ LDF UDF തമ്മിലുള്ള ഒരു കടുത്ത മത്സരമായി മാറും. BJP വോട്ടുകൾ നിർണായകമായി മാറും. ബേപ്പൂർ നിലവിൽ LDF ആണ്. അവിടെ LDF നിലനിർത്താനാണ് സാധ്യത കാണുന്നത്. കൊയിലാണ്ടി നിലവിൽ LDF ആണ്. അവിടെയും LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. നാദാപുരത്ത് നിലവിൽ LDF ആണ് നിൽക്കുന്നത്. അവിടെ LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. ഇനി കുറ്റിയാടിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. പക്ഷേ ആ സീറ്റ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത കാണുന്നു. UDFിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കാണുന്നു. ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. LDFിന് വോട്ട് കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു. ഇനി തിരുവമ്പാടിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നു. അവിടെ നിലവിൽ LDF ആണ്. അത് UDFിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കാണുന്നു. ഒരു
50-50 ചാൻസ് അവിടെ നിലനിൽക്കുന്നു. ഇനി കൊടുവള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ UDF കൈവശമാണ്. അവരുടെ UDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നത്. ഇനി കുന്നമംഗലത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. അവിടെ BJP വോട്ടുകൾ 30,000-ലധികം ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെ തീർച്ചയായിട്ടും ഒരു LDF UDF പോരാട്ടമായി മാറുകയും അവിടെ നേരിയ തോതിലുള്ള മുൻതൂക്കം LDF കാണുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമാണ്. ഇനി പേരാമ്പ്രയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. ആ സീറ്റ് LDF തന്നെ നിലനിർത്താനായിട്ട് സാധ്യത കാണുന്നതെന്ന് പറയുന്നത്. ഇനിയും ബാലുശ്ശേരിയിലേക്ക് വരുമ്പോഴത്തേക്കും ആ സീറ്റ് നിലവിൽ LDF കൈവശമാണ്. ആ സീറ്റ് LDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത കാണുന്നതെന്ന് പറയുന്നത്. ഇനി വടകരയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ UDF കൈവശമാണ് ആ സീറ്റ് എന്ന് പറയുന്നത്. ആ സീറ്റ് UDF നിലനിർത്താനാണ് സാധ്യത കാണുന്നതെന്ന് പറയുന്നത്. ഇനി മൊത്തത്തിലുള്ള ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും 13 നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 13 നിയമസഭാ മണ്ഡലങ്ങളിലും LDF സംബന്ധിച്ചിടത്തോളം 2026 പലയിടങ്ങളിലും വോട്ട് കുറയാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. UDF വോട്ട് കൂടാനുമായിട്ടുള്ള സാധ്യത കാണുന്നു. BJPക്കും പലയിടങ്ങളിലും വോട്ട് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും LDF നിലവിലുള്ള 15 സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നതെന്ന് പറയുന്നത്. അതായത് ഈ 15 സീറ്റുകളിൽ നിലവിലത്തെ ഒരു കണക്ക് നോക്കുമ്പോഴത്തേക്കും LDF സംബന്ധിച്ചിടത്തോളം ഈ 7-8 സീറ്റുകളിൽ ഒതുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ കാണുന്നു. അതായത് അവിടെ UDF ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതായത് സീറ്റുകളുടെ കാര്യത്തിൽ നിലവിൽ 2 സീറ്റുകളാണ് നിലവിലത്തെ സാഹചര്യത്തിൽ UDF കൈവശമുള്ളതെങ്കിൽ അതൊരു 4-5 സീറ്റുകളായിട്ട് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യത നിലവിലത്തെ സാഹചര്യത്തിൽ അത് കാണുന്നു എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. BJP സംബന്ധിച്ചിടത്തോളം സീറ്റുകളുടെ കാര്യത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ സീറ്റുകൾ അവർക്ക് ഒന്നും തന്നെ നൽകിയിട്ടില്ലെങ്കിൽ പോലും പലയിടത്തും ഒരു കടുത്ത പോരാട്ടം നടക്കാനും അതോടൊപ്പം തന്നെ വോട്ട് വർദ്ധിപ്പിക്കാനും സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്ന് പറയുന്നത്. അതായത് 30,000-ലധികം വോട്ടുകൾ നിലവിൽ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ BJPക്ക് അധിക വോട്ടുകൾ നേടാനും ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറ്റാനും സാധിക്കുമെന്നും ഈ ഒരു സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യമാണ്. ഒരു അട്ടിമറി സാധ്യത ചിലയിടങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം. അതായത് പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സ്ഥലങ്ങളും നിലവിൽ കോഴിക്കോട് ചിലയിടങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെയാണ്. സോ ഇതൊരു സർവേ റിസൾട്ട് മാത്രമാണ്. പക്ഷേ ഒരു ജനവിധി, യഥാർത്ഥ ജനവിധി എന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ സർവേ റിസൾട്ട് പോലെയാണെങ്കിൽ LDF സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു, വോട്ട് ശതമാനവും കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നു. UDF വോട്ട് ശതമാനം കൂടാനും സീറ്റുകളുടെ എണ്ണത്തിൽ വർധന വരാനും ഉള്ള സാധ്യത കാണുന്നു. ഇനി BJP സംബന്ധിച്ചിടത്തോളം സീറ്റുകളൊന്നും തന്നെ നൽകിയിട്ടില്ലെങ്കിൽ പോലും വോട്ട് ശതമാനം ഉയരാനും പലയിടത്തും ടൈറ്റ് ഫൈറ്റ് നടക്കാനുമുള്ള സാധ്യതയാണ്. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനുമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ കോഴിക്കോട് നിലനിൽക്കുന്നു എന്നുള്ളതും സർവേ റിസൾട്ട് എടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ സർവേ റിസൾട്ടുകൾ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുമോ, അതല്ല ഒരു അട്ടിമറി മുന്നേറ്റം 2021 പോലെ തന്നെ LDF സ്വന്തമാക്കാനായിട്ട് 2026 സാധിക്കുമോ, UDF ഒരു കടുത്ത മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുക, അതായത് 2021 സാധിക്കാത്തത് 2026 നേടിയെടുക്കാൻ പാകത്തിനുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, BJPക്ക് നിലവിൽ സീറ്റുകളൊന്നും തന്നെ നൽകിയിട്ടില്ലെങ്കിൽ പോലും ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറിമറിയാവുന്ന സ്ഥലങ്ങളിൽ BJPക്ക് നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. എന്തായാലും സീറ്റുകളുടെ കാര്യത്തിൽ LDF സംബന്ധിച്ചിടത്തോളം 2021 നേടിയ സീറ്റുകൾ നേടാൻ സാധിക്കത്തില്ല എന്ന് മാത്രമല്ല നല്ലൊരു ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും UDF ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നും ഉള്ളത് ഈ ഒരു സർവേ റിസൾട്ട് വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ്.